ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയതായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാർ കേക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോൻ്റെ കേക്ക് റെഡിയാക്കി എടുത്ത് ഞാനിപ്പോൾ റെഡ് വെൽവെറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ 1 kg കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് വെൽവെറ്റ് ഉണ്ടാക്കുന്ന അതേ ലെവലിൽ നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുക. ഞാൻ ഇതിന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്ത് അതിൽ ഷുഗർ സിറപ്പെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഒരു സൈഡ് ഇതേപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതേ അളവിൽ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അവിടുന്ന് നമ്മളെടുത്ത ആ പീസ് ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ വശത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചൊരു കാറിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലെയർ 2 ലെയറും കൂടി ഒന്നായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു സൈഡ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ശേഷം ഇനി ഒരു പീസ് ഞാൻ വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് അതിൽ നിന്ന് വിട്ട് വരാണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു സൈഡ് നമ്മൾ കുറച്ചൊന്ന് ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഒന്ന് ക്രോസായി കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം ഫ്രണ്ട് സൈഡായിട്ട് വരും. ഇപ്പം ഞാൻ കട്ട് ചെയ്തത് മുൻവശത്തുള്ള ഭാഗത്തിനാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് കുറച്ചൊന്ന് ക്രോസായി കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നിങ്ങളത് എല്ലാ സൈഡും ഒരേപോലെ വരുന്നത് പോലെ ലെവൽ ചെയ്തെടുക്കണം നിങ്ങൾ. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്യുന്നതിനേക്കാട്ടി കുറച്ച് കുറവായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക. അധികം നമ്മൾ ക്രോസായി കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ മുൻവശവും ബാക്ക് വശവുമായിട്ട് നമുക്കത് വ്യത്യാസം നന്നായിട്ട് അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. കേക്കിൻ്റെ സൈഡ് വശത്ത് 2 വശത്തും കാറിൻ്റെ കണ്ണാടി പോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ ടയറിൻ്റെ ആ ഡിസൈൻ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വരയ്ക്കുക. അതിനുശേഷം മുൻവശത്തും പിൻവശത്തുമായിട്ട് അതേപോലെ കണ്ണാടിൻ്റെ വരച്ചു കൊടുക്കുക. താഴെ ബൾബിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക. അത് വരച്ചു കൊടുത്ത ശേഷം ഞാൻ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ഒന്ന് ആഡ് ചെയ്ത ശേഷം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇതേപോലെ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആദ്യം നമ്മളിന്ന് കണ്ണാടി അല്ലാതെ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം ഇതേപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു ബോർഡർ ചുറ്റിലിട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാ സൈഡും ഇതേപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ ടയറിൻ്റെ ബൾബിന് കണ്ണാടി ഈ 3 സൈഡും അല്ലാതെ മറ്റുള്ള എല്ലാ സൈഡും ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഈ ഒരു കളറിൽ ഫില്ല് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളർ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കേക്ക് ടോട്ടലായിട്ട് എല്ലാ സൈഡും ഇതേപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണാടിയുടെ ആ ഒരു ഡിസൈന് വേണ്ടിയിട്ട് അതേ സ്റ്റാർ നോസിൽ തന്നെ വൈറ്റ് ക്രീം എടുത്തിട്ടുണ്ട്. അത്
4 സൈഡും കണ്ണാടിയോടെ 4 സൈഡിലോടതിലും വരച്ചു കൊടുക്കുക. ഇതേപോലെ ടോട്ടലായിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 4 സൈഡ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്ത ശേഷം അതും അതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ സ്റ്റാർ നോസിൽ തന്നെയാണ് ഞാൻ ബൾബിൻ്റെ ഡിസൈനിന് അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ണാടിയുടെ സൈഡ് ചുറ്റും ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ ടയറിനും അതേപോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടയറിന് ചോക്ലേറ്റ് ഗണാഷിന് പകരം ഓരിയോ ബിസ്ക്കറ്റിൻ്റെ റൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇതേപോലെ മുൻവശത്തെല്ലാം ഇതേപോലെ യെല്ലോ കളറിൽ ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാറിൻ്റെത് ഫുൾ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ താഴെ കുറച്ച് ഗ്രേസ് നോസിൽ കൊണ്ട് കുറച്ച് ഗ്രേസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ഇതേപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ പേരെഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ കേക്കാണ്. അധികം ഇൻഗ്രീഡിയൻറ്റും ഞാൻ ചേർത്തിട്ടില്ല. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗണാഷുമാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടേ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.